ഗൈസ് അങ്ങനെ വിഷുവായിട്ട് ചെക്കന്മാരൊക്കെ ലീവാണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ അച്ചുവിൻ്റെ വീട്ടിലാണ്. വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ ചെക്കന് കുറച്ച് ബഹുമാനം തുണിയൊക്കെ താത്തിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അഴുത്തിയിട്ടുണ്ട് ആ സൈഡിൽ. ഒരുത്തൻ പേപ്പർ എടുത്തിട്ട് വായിക്കുകയാണ്. ജനിച്ചേരെ പത്രം വായിക്കാത്തവനെ എന്തായാലും വേണ്ടില്ല. ഒരുത്തൻ എന്താ ലേറ്റ് ആയിട്ടാണ് വന്ന്, എന്നാലും വന്നിട്ടുണ്ട് ഹൈർ. പിന്നെതാ അവിടെ കുട്ടികളെല്ലാവരും കൂടി അവിടെ കേക്ക് കട്ട് ചെയ്യാൻ, അതുപോലെ അവിടെ കെണി കാണാൻ വെച്ചിരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. പിന്നെ നമ്മളെ സദ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സദ്യ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സാധനത്തിൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. നമുക്ക് തിന്നാനല്ലേ അറിയുള്ളൂ, പേരറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും ഇതാക്കണം, ഓരോന്നും തിന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അച്ചു അളിയനെ അതാ സെറ്റപ്പായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കട്ട് ചെയ്ത കേക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കേക്കാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഉള്ളിലെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്താണ് കേട്ടോ ഇതാ സെറ്റപ്പ് പടക്കമൊക്കെ ഇതായിട്ട് പൊട്ടിച്ചു കൂടി യാത്ര ആവാണ്. അത് പൊട്ടൂല, അങ്ങനെ പെട്ടെന്ന് ആവൂല. പിന്നെ നമ്മൾ പോയിട്ടുള്ള നമ്മളെ കണ്ണൻ്റെ വീട്ടിലാണ്. അങ്ങനെ കണ്ണനതാ വെയിറ്റ് ചെയ്യാനാണ്. ഷുഹൈബും ഷെയ്ഖാൻ്റെ അടുത്ത് ഷുഹൈബ് അകത്തേക്ക് പോയി ഒരുത്താനതാ കിട്ടിയ ചാൻസ് അത് ആടി കളിക്കാണ്. അങ്ങനെ അവൻ ആടുന്നു. അതിൻ്റെ ഇടയിൽ കുറേ എണ്ണതാ ഇവിടെ സൈഡായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ തള്ളി മറിച്ചാണ്. അതിനൊക്കെ വലിയ തള്ളലും കാറ്റുമായിട്ട് അവിടെ പുറത്തവിടെ വീശി അടിക്കുന്നുണ്ട്. പിന്നെ അതാക്കണ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം അതാ ഭക്ഷണത്തിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ ഇലക്കെ ഇട്ട് ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അടുത്ത ഐറ്റംസ് ശേഷം ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. അങ്ങനെ നല്ലൊരു സദ്യ കഴിച്ച് അങ്ങനെ കണ്ണൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ യാത്രയാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ബൈ.